ഈയിടെയായി അൺബോക്സിങ് കുറച്ച് കൂടുന്നുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ. മിന്ത്രയിൽ നിന്നും സെവാനിൽ നിന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ് ബാമാണ്. വാട്ടർ മെലൺ ആട്ടോ ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. അങ്ങനെ എന്താ പറയുക, അതിനൊരു ഷെയ്ഡും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ലൈറ്റ് പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ ചുണ്ടിലിട്ട് അതിന് ഷെയ്ഡ് അറിയണില്ല എന്നുള്ളതാണ്. കണ്ടോ, പക്ഷേ നല്ല നറിഷിങ് ആണ്. ആൻഡ് പിഗ്മെൻറ്റേഷൻ എനിക്കിപ്പോൾ യൂസ് ചെയ്തെടുത്തോളം എൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രാത്രിയൊക്കെ ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മുടെ ചുണ്ടിങ്ങനെ പ്ലം 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 പോലെ ഇരിക്കും. നെക്സ്റ്റ് പർച്ചേസ് വന്നിട്ട് 2 ഷർട്ടാട്ടോ. അത് ടോക്കിയോ ടോക്കീസ് ബ്രാൻഡിൻ്റെ ആണ്. എങ്ങനെ ഞാൻ ഓൺലൈൻ ഡ്രസ്സ് പർച്ചേസ് ചെയ്തെന്നാലും ഈ ടോക്കിയോ ടോക്കീസിൻ്റെ ആയിരിക്കും ഞാൻ എടുത്ത് വരിക. എനിക്കെന്താണ് അവരുടെ ആ ഒരു സ്റ്റൈൽ പാറ്റേണും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരുടെ ഫിറ്റിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. സ്മോൾ സൈസ് എടുത്തതിന് എനിക്ക് പാകാവാറുണ്ട്. ഇതൊരു ബ്ലൂ ക്രോപ്പ് ഷർട്ടാണ്, ഫുൾ സ്ലീവ്സ് വരുന്നത്. പോക്കറ്റ്സൊക്കെ ഇങ്ങനെ മിക്കി ലൈക്ക് അങ്ങനൊരു സാധനം, ഒരു കാർട്ടൂണിക് വൈബൊക്കെ ഉണ്ട്. ഇത് ഞാനൊരു വൈറ്റ് പാൻറ്റിൻ്റെയും വൈറ്റ് ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിവിടെ ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മുമ്മുൻ്റെ ഓട്ടർഷ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് കാണിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മറ്റേ ഉദിച്ച് നിൽക്കുന്ന ഒരു പിങ്ക് ഉണ്ടാവില്ലേ, റെഡ് അല്ല പിങ്ക് അല്ല, അതിൻ്റെ നടുവിൽ നിൽക്കണ ഭയങ്കര ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു സാധനം, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഓഫ് ഷർട്ടാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. അമ്മാതിരി സാധനം കേട്ടോ. പിന്നെ ഇത് വേറൊരു ദിവസം അൺബോക്സ് ചെയ്തതായിരുന്നു. ഇത് മൊമ്മൂന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള 2 ബാഗാട്ടോ. കോംബോ ഓഫറിൽ മേടിച്ചിട്ടുള്ളതാണ്. രണ്ടും സെയിം ബാഗാണ്, കളർ ചേഞ്ച് മഞ്ഞ ആൻഡ് പിങ്ക് കളറാട്ടോ. അപ്പോൾ ബോയ്സിന് പിങ്ക് കളർ മേടിക്കുന്നൊക്കെ ചോദിച്ചാൽ ഞാൻ മേടിക്കും. അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ അവന് ബാഗ് വേണം എന്നിങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ. അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള ബാഗ് നോക്കിയിട്ട് അങ്ങനെ ഉമ്മച്ചി ഓർഡർ ചെയ്തിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ബാഗ് കിട്ടിയപ്പോൾ അംഗൻവാടിയിൽ പോകുമ്പോൾ ഇടും, നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വരുന്നുണ്ടെങ്കിൽ ബാഗ് ഇടും. അങ്ങനെ മഞ്ഞ ബാഗ് നല്ല രീതിക്ക് ഓന് റെഫ്യൂസ് ചെയ്യണുണ്ട്. ഇതിലൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം തേങ്ങ വരെ കുട്ടിയിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം മഞ്ഞ ബാഗ് ഇപ്പോൾ ഭയങ്കര റെഫ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഈ എന്താ പറയുക ഷോൾഡർ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് സ്റ്റിച്ചൊന്നും ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ സിബിനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം സ്പേഷ്യസും കാര്യങ്ങളൊക്കെയാണ്. ഇവന് സ്പീച്ച് തെറാപ്പിക്ക് പോകുമ്പോഴൊക്കെ ബുക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഇട്ടിട്ട് പിന്നെ എല്ലാവരും കാണിച്ചു കൊടുക്കായിരുന്നു.